ഗ്രേറ്റ് സർക്കിൾ സെയിലിംഗ്. ഫസ്റ്റ് ഗ്രേറ്റ് സർക്കിൾ സെയിലിംഗ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10 ഡിഗ്രി 00.0 മിനിറ്റ് സൗത്ത്, 150 ഡിഗ്രി 00 മിനിറ്റ്സ് വെസ്റ്റ്. പിന്നെന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി 00 മിനിറ്റ്സ് നോർത്ത്, 160 ഡിഗ്രി 00 മിനിറ്റ്സ് ഈസ്റ്റ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെയിം സൈൻ ആണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യുക, സെയിം സൈൻ ആണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യുക, ഡിഫറെൻറ്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ചെയ്തിട്ട് ഏത് സൈഡിലോട്ടാണോ പോകുന്നത് ആ സൈഡിൻ്റെ വലുതിൻ്റെ വാല്യൂ കൊടുക്കുക. ഇവിടെ സെയിം സൈൻ ആണെന്നുണ്ടെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈനും, ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഏത് സൈനാണോ അത് തന്നെ കൊടുക്കുക. ഇവിടെ ഡിഫറെൻറ്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് പോകുന്നത്, അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നോർത്തിലോട്ട് വരുന്നതുകൊണ്ട് നോർത്തിൻ്റെ സൈൻ കൊടുക്കുക. ഇവിടെ 50 ഡിഗ്രി 00 മിനിറ്റ്സ് നോർത്ത് എന്ന് വരും. ഇവിടെയും രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180ക്ക് മേളിലോട്ട് പോകുന്നുണ്ട്, ലോങ്ങിറ്റ്യൂഡ് 180 വരെ ഉള്ളൂ. അപ്പോൾ -360 ഡിഗ്രി ചെയ്യുക. ഇവിടെ 150 + 160 ഡിഗ്രി ചെയ്യുമ്പോൾ 310 വരുന്നുണ്ട്. 310 - 360 ഡിഗ്രി ചെയ്യുമ്പോൾ 50 ഡിഗ്രി വരും. ഇവിടുന്ന് വെസ്റ്റിലോട്ട് ഈസ്റ്റിലോട്ടാണ് പോകുന്നത്, പക്ഷേ -360 ഡിഗ്രി ചെയ്തപ്പോഴത്തേക്ക് ഈസ്റ്റ് മാറിയത് വെസ്റ്റ് ആവും. അപ്പം 050 ഡിഗ്രി 00 മിനിറ്റ്സ് വെസ്റ്റ് എന്ന് വരും. ഇതാണ് നിങ്ങളുടെ ഡീലാറ്റും ഡീലോങ്ങും. ഡീലാറ്റും ഡീലോങ്ങും കിട്ടി. അടുത്തതെന്ന് പറഞ്ഞാൽ PAയും PBയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഹയ്യസ്റ്റ് ഇതേതാന്ന് നോക്കുക, ഹയ്യസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഏതാന്ന് നോക്കുക. ഇവിടെ 40 ഡിഗ്രി, അപ്പം നോർത്താണ് നിൻ്റെ പോളെന്ന് മനസ്സിലായി. ഏതാണോ വലുത് അതാണ് നിൻ്റെ പോള്. ഇത് നോർത്ത് വെസ്റ്റിലോട്ടാണ് പോകുന്നത്, അപ്പം നോർത്തിൽ നിന്ന് വെസ്റ്റിലോട്ട് ഇങ്ങനെ വരും. പോള് നോർത്തിൽ ഇങ്ങനെ വരും നിൻ്റെ ഗ്രേറ്റ് സർക്കിൾ സെയിലിംഗ്. ഇത് നിൻ്റെ പോള് നോർത്തിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുന്നുണ്ട്, നോർത്ത് വെസ്റ്റ് AB. നമ്മൾ ഈ PA കണ്ടുപിടിക്കണം, PBയും കണ്ടുപിടിക്കണം. PB നിനക്കറിയാം, നിൻ്റെ ഇതിപ്പോൾ ഇക്വേറ്റർ ആണെന്നുണ്ടെങ്കിൽ B എന്ന് പറയുന്നത് എവിടെയാണ്? നോർത്തിലും, A എന്ന് പറയുന്നത് സൗത്തിലുമാണ്. അപ്പോൾ PA കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? PA എന്ന് പറഞ്ഞാൽ എന്താണ്? 90, ഇതെന്ന് പറഞ്ഞാൽ പോൾ തൊട്ട് ഇവിടെ വരാൻ 90 എന്നാണ്. 90 - A ആണ് 90 + A ആണ് നിൻ്റെ PA എന്ന് പറയുന്നത്. 90 ഡിഗ്രി + 10 ഡിഗ്രി = 100 ഡിഗ്രി. അതാണ് നിൻ്റെ PA. PB എന്ന് പറഞ്ഞാൽ സെയിം സൈഡിലായതുകൊണ്ട് -90 ചെയ്യാം. 90 ഡിഗ്രി - 40 ഡിഗ്രി = 50 ഡിഗ്രി എന്ന് വരും. നിൻ്റെ ആംഗിൾ P എന്ന് പറയുന്നത് നിൻ്റെ ഡീലോങ് ആയിരിക്കും, അതായത് 050 ഡിഗ്രി 00 മിനിറ്റ്സ്. അപ്പോൾ നിനക്ക് PA കിട്ടി, PB കിട്ടി, P കിട്ടി. അടുത്തതെന്ന് പറഞ്ഞാൽ ഫോർമുല. അടുത്ത ഫോർമുല എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഫോർമുല. അതെന്ന് പറഞ്ഞാൽ ഹാവ് AB, ആദ്യമേ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഹാവ് AB = ഹാവ് P × sin PA sin PB plus half PA - PB. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. ഹാവ് P എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എത്രയാണ്? ഹാവ് 50 ഡിഗ്രിയും, സൈൻ PA എന്ന് പറഞ്ഞാൽ സൈൻ 100 ഡിഗ്രി, സൈൻ PB എന്ന് പറഞ്ഞാൽ സൈൻ 50 ഡിഗ്രി പ്ലസ് ഹാവ് PA - PB. PA 100, PB 50. അപ്പം നിൻ്റെ PA - PB എന്ന് പറയുന്നത് എത്രയാണ്? 50 ഡിഗ്രി വരും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഹാവ് എന്ന് വെച്ചാൽ എന്തുവാണ്?
1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 2. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ്. 1 മൈനസ് കോസ് 50 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2. 1 മൈനസ് കോസ് 50 പിന്നെ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴത്തേക്ക് 0.17860 എന്ന് വരും. സൈൻ പി എ പി വി. സൈൻ എത്രയാണ്? പി എ 100 ഇൻറ്റു സൈൻ 50. സൈൻ 50 അല്ല, പി വി, അതെ, സൈൻ 50. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 0.75440. നമ്മൾ കൺഫേം ചെയ്യാം. 1 മൈനസ് കോസ് 50 ഡിവൈഡ് ബൈ 2 0.17860 സൈൻ 100 ഡിഗ്രി ഇൻറ്റു സൈൻ 50 ഡിഗ്രി 0.7440 പ്ലസ് നിൻ്റെ 1 മൈനസ് കോസ്, അത് നിൻ്റെ ഹാവ് 50 ആയതുകൊണ്ട് സെയിം സാധനം തന്നെ ആയതുകൊണ്ട് 0.17860 തന്നെയായിരിക്കും. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് ആഡ് ചെയ്യുക. 0.17860 ഇൻറ്റു 0.75440 പ്ലസ് 0.17860, അതായത് നിൻ്റെ 0.31333 വരും. അതെന്തുവാണ്? നിൻ്റെ ഹാവ് എ ബിയാണ്. ഇനി നിൻ്റെ ഡിസ്റ്റൻസ് എന്ന് എ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 മൈനസ് കോസ് എ ബി ഡിവൈഡഡ് ബൈ 2. അതെന്ന് പറഞ്ഞാൽ 0.31333 ആണെന്ന് മനസ്സിലായി. ഇനി 1 മൈനസ് കോസ് എ ബി എന്തായിരിക്കും? ഈ 2 ഇങ്ങോട്ട് പോയി ഇൻറ്റു 2 ആവും. അപ്പം 0.62667 എന്ന് വരും. കോസ് എ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 മൈനസ് ഇതിൻ്റെ ആൻസർ, അത് 0.37332 എന്ന് വരും. എ ബി അപ്പോൾ എന്തായിരിക്കും? കോസ് ഇൻവേഴ്സ് ആൻസർ, അത് 68 ഡിഗ്രി 4.44 എന്ന് പറയുമ്പോൾ 7 മിനിറ്റ്സ് എന്ന് വരും. ഇനിയിപ്പോൾ ഇത് എ ബി ആയിട്ട് ഡിസ്റ്റൻസിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഡിഗ്രീനെ മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് 68 ഇൻറ്റു 60 പ്ലസ് 4.7, അതായത് 4084.7 മൈൽസ്. അതാണ് നിൻ്റെ ഡിസ്റ്റൻസ് കിട്ടി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇനീഷ്യൽ കോസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നിൻ്റെ എയുടെ കോസ്, എയുടെ ആംഗിൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇനീഷ്യൽ കോസ് കിട്ടും. അപ്പം ഇനീഷ്യൽ കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവ് എ ഈസ് ഈക്വൽ ടു ഹാവ് പി ബി മൈനസ് ഹാവ് പി എ മൈനസ് എ ബി. ഏതാണ് വലുത്? അത് വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. സൈൻ പി എ ഇൻറ്റു സൈൻ എ ബി. ഓക്കെ, അപ്പം സൈൻ പി ബി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 50 ഡിഗ്രി. സൈൻ 50 ഡിഗ്രി, ഹാവ് 50 ഡിഗ്രി, സൈൻ അല്ല, ഹാവ് 50 ഡിഗ്രി മൈനസ് ഹാവ് പി എ മൈനസ് പി ബി. പി എ എന്ന് പറയുന്നത് ഇവിടെ 100 ഡിഗ്രിയും എ ബി എന്ന് പറയുന്നത് 68 ഡിഗ്രിയാണ്. അപ്പോൾ 100 ഡിഗ്രി മൈനസ് 68 ഡിഗ്രി 4.7 മിനിറ്റ്സ്. അപ്പോൾ 31 ഡിഗ്രി 55.18 എന്ന് വെച്ചാൽ 3 ഡിവൈഡഡ് ബൈ സൈൻ പി എ സൈൻ ഇത് എ ബി. സൈൻ പി എ എന്ന് പറയുന്നത് നിൻ്റെ 100 ഡിഗ്രിയും സൈൻ എ ബി എന്ന് പറയുന്നത് നിൻ്റെ 68 ഡിഗ്രി 4.7 മിനിറ്റ്സോ. ഇനി ഇത് നേരത്തെ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. 1 മൈനസ് കോസ് 50 ഡിഗ്രി ഡിവൈഡ് ബൈ 2 0.17860 വരും. മൈനസ് 1 മൈനസ് കോസ് 31 ഡിഗ്രി 55.3 മിനിറ്റ്സ് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴത്തേക്ക് 0.07561 എന്ന് വരും. അത് ഡിവൈഡഡ് ബൈ സൈൻ 100 ഡിഗ്രി ഇൻറ്റു സൈൻ എത്രയാണ്? 68 ഡിഗ്രി 4.7 മിനിറ്റ്സ്. അപ്പോൾ 0.91360 എന്ന് വരും. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. 0.17860 മൈനസ്
0.07561 ഡിവൈഡഡ് ബൈ 0.91360. അതായത് നിൻ്റെ ഹാവ് എ ബി അതായത് 1 മൈനസ് കോസ് എ ഡിവൈഡഡ് ബൈ 2. ഹാവ് എ ബി അല്ല എ അതായത് നിൻ്റെ കോഴ്സ് ഇനീഷ്യൽ കോഴ്സ് 1 മൈനസ് കോസ് എ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 0.11272. അതാണ് നിൻ്റെ ഇതെന്ന് പറയുന്നത്. ഇൻറ്റു 2 ചെയ്യുക, 1 മൈനസ് കോസ് എ കിട്ടി. 1 മൈനസ് കോസ് എ എന്ന് പറയുന്നത് എത്രയാണ്? 0.22545. കോസ് എ എന്ന് പറയുന്നത് അപ്പോൾ 1 മൈനസ് ആൻസർ 0.77454. എ എന്ന് പറയുന്നത് നിൻ്റെ കോസ് ഇൻവേഴ്സ് ആൻസർ. എ എന്ന് പറയുമ്പോൾ അപ്പോൾ 39 ഡിഗ്രി 14.2 മിനിറ്റ്സ് 11.86 അറൗണ്ട് 2 എന്ന് വരും. എ നിനക്ക് കിട്ടി. പക്ഷേ എ ഇപ്പം ക്വാഡ്രൻറ്റ് ഫോമിലാണ്. നീ അതിനെ ഇനീഷ്യൽ കോഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇനീഷ്യൽ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് നിൻ്റെ പോൾ ഏതാണെന്ന് നോക്കാം. പോൾ നിൻ്റെ നോർത്ത് 39 ഡിഗ്രി 14.2 മിനിറ്റ്സ്. നോർത്ത് പോൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നിൻ്റെ ഡിലോങ്ങിൻ്റെ ഡയറക്ഷൻ എടുക്കുക. വെസ്റ്റ്, ഇവിടെ വെസ്റ്റാണ്, നോർത്ത് വെസ്റ്റ്. ഇവിടെ നിനക്ക് നിൻ്റെ ക്വാഡ്രൻറ്റ് ഫോം അറിയാം. ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇവിടെ ആസ് ഇറ്റ് ഈസ്. ഇവിടെ -180 ഡിഗ്രി, ഇവിടെ +180 ഡിഗ്രി, ഇവിടെ -360 ഡിഗ്രി. ഇവിടെ ഇപ്പം നോർത്ത് വെസ്റ്റിലാണ്. നോർത്ത് വെസ്റ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് -360 ഡിഗ്രി. അപ്പം നിൻ്റെ ഇനീഷ്യൽ കോഴ്സ് എന്ന് പറയുന്നത് 320 ഡിഗ്രി 45.8 മിനിറ്റ്സ് എന്ന് വരും. അതാണ് നിൻ്റെ ഇനീഷ്യൽ കോഴ്സ്. അടുത്തിനി ഫൈനൽ കോഴ്സ്. ഫൈനൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി കണ്ടുപിടിക്കണം നീ. അപ്പോൾ ഹാവ് ബി ഈക്വൽ ടു ഹാവ് പി എ മൈനസ് ഹാവ് എ ബി മൈനസ് പി ബി ബ്രാക്കറ്റിൽ ഡിവൈഡഡ് ബൈ സൈൻ എ ബി മൈനസ് എ ബി സൈൻ പി ബി. ഇത് ചെയ്യുമ്പോഴത്തേക്ക് വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. ഹാവ് പി എ എന്ന് പറയുന്നത് 100 ആണ്. ഹാവ് 100 ഡിഗ്രി മൈനസ് ഹാവ് നമ്മുടെ എ ബി എന്ന് പറയുന്നത് 68 ഡിഗ്രി 4.7ഉം പി ബി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അപ്പോൾ 68 ഡിഗ്രി 4.7 മിനിറ്റ്സ് മൈനസ് 50 ഡിഗ്രി മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 18 ഡിഗ്രി എന്ന് കിട്ടും. 18 ഡിഗ്രി 4.7 മിനിറ്റ്സ് എന്ന് വരും. ഓക്കെ. ഇനി സൈൻ എ ബി എന്ന് പറയുമ്പോഴത്തേക്ക് സൈൻ എ ബി എന്ന് പറയുന്നത് 68 ഡിഗ്രി 4.7 മിനിറ്റ്സും സൈൻ പി ബി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അപ്പം നിൻ്റെ ഹാവ് ഇനിയിപ്പം കണ്ടുപിടിക്കുക. 1 മൈനസ് കോസ് 100 ഡിഗ്രി ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 0.58682 എന്ന് വരും ഫസ്റ്റത്തത്. ഇനി 18 ഡിഗ്രിയുടെ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് 18 ഡിഗ്രി 4.7 മിനിറ്റ്സ് ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 0.02468 എന്ന് വരും. ഡിവൈഡഡ് ബൈ സൈൻ 68 ഡിഗ്രി 4.7 മിനിറ്റ്സും സൈൻ 50 ഡിഗ്രി 0.71065 എന്ന് വരും. ഇനി അത് കണ്ടുപിടിക്കുക. 0.58682 മൈനസ് 0.02468 ഡിവൈഡ് ബൈ 0.71065 0.79102. അതാണ് നിൻ്റെ എന്ത് 1 മൈനസ് കോസ് ബി ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത്. ഇനി 1 മൈനസ് കോസ് ബി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 ചെയ്യുക. 1.58204 എന്ന് വരും. കോസ് ബി എന്ന് പറയുന്നത്
1 മൈനസ് ആൻസർ ചെയ്യുക, -0.58204 എന്ന് വരും. കോസ് ഇൻവേഴ്സ് ആൻസർ ചെയ്യുക. അപ്പോൾ നിൻ്റെ ബി എന്ന് പറയുന്നത് 125 ഡിഗ്രി 35.40 അല്ലേ, 40/60 7 വരും. നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. 1 മൈനസ് കോസ് 100 ഡിഗ്രി /2 0.58682. 1 മൈനസ് കോസ് 18 ഡിഗ്രി 4.7 minutes /2 0.02468. Sin 68 degree 4.7 minutes into sin 50 degree, അതായത് 0.710. 0.58682 minus 0.02468 divided by 0.71065. 0.7190 into 2. 1 minus answer കോസ് ഇൻവേഴ്സ് ആൻസർ 125 ഡിഗ്രിയാണ്. കോസ് മൈനസ് ആൻസർ 125 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യൽ കോഴ്സ് അല്ല ബി കിട്ടി. ഇനി ഫൈനൽ കോഴ്സ് കണ്ടുപിടിക്കണം. ഫൈനൽ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം ഇത് തന്നെ എടുക്കുക, ബട്ട് ഇവിടുത്തെ ഈ സൈൻ, അതായത് നോർത്ത് സൗത്ത് എന്നുള്ളത് നോർത്ത് ആണെങ്കിൽ സൗത്ത് ആക്കുക, സൗത്ത് ആണെങ്കിൽ നോർത്ത് ആക്കുക. അപ്പം നിൻ്റെ എന്ന് പറഞ്ഞാൽ സൗത്ത് 125 ഡിഗ്രി 35.7 മിനിറ്റ്സ് വെസ്റ്റ് എന്ന് വരും. സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? +180 എന്ന് പറയാം. 125 ഡിഗ്രി 35.7 മിനിറ്റ്സ് +180 ഡിഗ്രി 305 ഡിഗ്രി 35.7 മിനിറ്റ്സ്. അതാണ് നിൻ്റെ ഫൈനൽ കോഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വെർട്ടെക്സ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് നിൻ്റെ കോഴ്സ് വരയ്ക്കുക. നോർത്ത് വെസ്റ്റിലോട്ടായിരുന്നു. ഇങ്ങനെ നോർത്ത് വെസ്റ്റ് എ ബി, പോള് നോർത്തിലാണ്. ഇങ്ങനെ വരയ്ക്കുക. പോള് കിട്ടി. ഇവിടെ എന്ന് പറഞ്ഞാൽ എയും ബിയും 90ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ വെർട്ടെക്സ് ഇവിടെ വരും, നടുവിലായിട്ട്. എയുടെയും ബിയുടെയും നടുവിലായിട്ട് വരും. എയും ബിയിൽ ഏതെങ്കിലും ഒരെണ്ണം 90യേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഏത് സൈഡിലാണോ 90, എയ്ക്കാണെങ്കിൽ എയുടെ വെളിയിലോട്ട് വെർട്ടെക്സ് വരും, ബിക്കാണെന്നുണ്ടെങ്കിൽ ബിയുടെ വെളിയിലേക്ക് വരും വെർട്ടെക്സ്. ഇവിടെ 125 ഡിഗ്രി 35.7 മിനിറ്റ്സ് വന്നത് ബിക്കാണ്. എ എന്ന് പറയുന്നത് 39 ഡിഗ്രി 14.2 വരും. അപ്പോൾ ബിയുടെ വെളിയിലോട്ട് ഇതിൻ്റെ വെർട്ടെക്സ് വരും എന്ന് പറയുമ്പോൾ എത്രയാ? ഇങ്ങനെ വരും. ഓക്കെ. ഇനിയിപ്പം നേപ്പിയേഴ്സ് റൂൾ ചെയ്യണം. ഇങ്ങനെ വരക്കാം. ഫസ്റ്റ് നീ എന്ത് ചെയ്യുക? നമ്മളെന്ത് ചെയ്യുക? ഇത് പി ആട്ടോ. വി എടുക്കുക. വിയുടെ ഫസ്റ്റ് 2 സൈഡ്സ് എടുക്കുക. പി വി ഇതെടുക്കുക. മൊത്തം ട്രയാങ്കിൾ എടുക്കുക. ഈ മൊത്തം ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിൾ പി എ വി എടുക്കുക. അപ്പം എ വിയും പി വിയും ആയിരിക്കും നിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത്, വിയുടെ അടുത്തുള്ള. ഇനി എ വിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്, എ വിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആംഗിൾ പി ആണ്. എ വിക്ക് ഓപ്പോസിറ്റ് 90 ഡിഗ്രി മൈനസ് ആംഗിൾ പി. എല്ലാം 90 ഡിഗ്രി ചെയ്യുക. 90 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി മൈനസ്. പി വിക്ക് ഓപ്പോസിറ്റ് എന്താ? പി വിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ. ഇനി ആംഗിൾ വിക്ക് ഓപ്പോസിറ്റ് ഏതാ? പി എ സൈഡ്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം? പി എ അറിയാം, ആംഗിൾ എ അറിയാം. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പി വി കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി മൈനസ് ആംഗിൾ പി. പി വി മൈനസ് 90 ഡിഗ്രി എന്ന് പറയുന്നതാണ് ലാക്ടോ വെർട്ടെക്സും. ഇത് വെട്ട് കമ്പയർ ചെയ്ത്, വെർട്ടെക്സ് വെട്ട് കമ്പയർ ചെയ്തിട്ട് എടുക്കുന്നതാണ് എൻ്റെ ലോങ് ഓഫ് വെർട്ടെക്സ്. ഫസ്റ്റ് നമുക്ക് പി വി കണ്ടുപിടിക്കണം. പി വി കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല എന്ന് പറയുന്നത് സൈൻ മിഡ് പാർട്ട്. കാരണം എന്താ? ഇത് രണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആകുമ്പോഴത്തേക്ക് സൈൻ മിഡ് പാർട്ട് ഈസ് ഈക്വൽ ടു കോസ് ഓപ്പോസിറ്റ്
ഇൻറ്റു കോസ് ഓപ്പോസിറ്റ്. അതായത് സൈൻ മിഡ് പാർട്ട് പി വി മിഡ് പാർട്ടായിട്ട് എടുത്തു, ഇത് രണ്ടും ഓപ്പോസിറ്റായിട്ട് എടുത്തു. ഇത് പി വിയും കൂടെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഇത് രണ്ടും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. അതായത് അപ്പോൾ ഫോർമുല എന്ന് പറഞ്ഞാൽ സൈൻ മിഡ് പാർട്ട് ഈസ് ഈക്വൽ ടു ടാൻ അഡ്ജസ്റ്റൻറ്റ് ഇൻറ്റു ടാൻ അഡ്ജസ്റ്റൻറ്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഫോർമുല ഫസ്റ്റത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ സൈൻ മിഡ് പാർട്ട് ഈസ് ഈക്വൽ ടു കോസ് ഓപ്പോസിറ്റ് ഇൻറ്റു കോസ് ഓപ്പോസിറ്റ്. ഇവിടെ അതെന്ന് പറയുന്നത് സൈൻ പി വി ഈക്വൽ ടു കോസ് ഓപ്പോസിറ്റ്. കോസ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രി മൈനസ് ആംഗിൾ എ ഇൻറ്റു കോസ് 90 ഡിഗ്രി മൈനസ് പി എ. അതെന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? കോസ് 90 ഡിഗ്രി ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാണ്? 39 ഡിഗ്രി 14.2. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 39 ഡിഗ്രി 14.2. അതായത് 90 ഡിഗ്രി മൈനസ് 39 ഡിഗ്രി 14.2 മിനിറ്റ്സ്. കോസ് 50 ഡിഗ്രി 45.8 മിനിറ്റ്സ് ഇൻറ്റു കോസ് പി എ എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രി. 90 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി മൈനസ് 10 ഡിഗ്രി എന്ന് വരും. അപ്പോൾ നിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോസ് 50 ഡിഗ്രി 45.8 മിനിറ്റ്സ് ഇൻറ്റു കോസ് മൈനസ് 10 ഡിഗ്രി 0.62291 എന്ന് വരും. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ സൈൻ പി വി ആണ്. പി വി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? സൈൻ ഇൻവേഴ്സ് ആൻസർ 38 ഡിഗ്രി 31.8 മിനിറ്റ്സ്. അതാണ് നിൻ്റെ പി വി എന്തെന്ന് പറയുന്നത്, വെർട്ടെക്സ് എന്ന് പറയുന്നത്, പി വി എന്ന് പറയുന്നത്. ഇനി ഈ പി വി മൈനസ് 90 ഡിഗ്രി എന്ന് പറയുന്നതാണ് നിൻ്റെ എന്ത്? ലാറ്റ് ഓഫ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 51 ഡിഗ്രി 28.2 മിനിറ്റ്സ്. ഇതിനിപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എവിടെയാണ്? നോർത്തിലാണ്. ബി എന്ന് പറയുന്നത് നോർത്തിലാണ്. അപ്പം ബിയും കഴിഞ്ഞിട്ടാണ് ഈ വി എന്ന് പറയുന്നത്. അപ്പം ഒബ്വിയസ്ലി അത് നോർത്തിലായിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പി വി കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ 90 ഡിഗ്രി മൈനസ് ആംഗിൾ പി കണ്ടുപിടിക്കണം. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ സൈൻ മിഡ് പാർട്ട് ഈസ് ഈക്വൽ ടു ടാൻ അഡ്ജസൻറ്റ് ഇൻറ്റു ടാൻ അഡ്ജസൻറ്റ്. ഇവിടെ നമുക്ക് ടാൻ അഡ്ജസൻറ്റ് എന്ന് പറയാനായിട്ട് എന്തൊക്കെയാണ് ഉള്ളത്? സൈൻ മിഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 90 ഡിഗ്രി മൈനസ് ആംഗിൾ പി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടാൻ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ പി വി, ഒന്ന് പി വിയും ഒന്ന് 90 ഡിഗ്രി മൈനസ് പി എയും. ടാൻ 90 ഡിഗ്രി മൈനസ് പി എയും. ഓക്കെ, ഇവിടെ നിൻ്റെ ടാൻ പി വി എന്ന് പറയുന്നത് ഇതാണ് 38 ഡിഗ്രി 31.8 മിനിറ്റ്സ്. ഇതല്ല, ഇതാണ് പി വി ഇൻറ്റു ടാൻ 90 ഡിഗ്രി മൈനസ് പി എ എന്ന് പറയുന്നത്. പി എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 100 ഡിഗ്രി. 90 മൈനസ് 100 എന്ന് പറഞ്ഞാൽ മൈനസ് 10 ഡിഗ്രി എന്ന് വരും. ഇനിയിപ്പം ആൻസർ എന്ന് പറയുന്നത് ടാൻ 38 ഡിഗ്രി 31.8 മിനിറ്റ്സ് ഇൻറ്റു ടാൻ മൈനസ് 10 ഡിഗ്രി. അപ്പം മൈനസ് 0.14040 എന്ന് വരും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 90 ഡിഗ്രി മൈനസ് ആംഗിൾ പി ആണ്. ഈ സൈൻ അപ്പുറത്തോട്ട് പോവും, സൈൻ ഇൻവേഴ്സ് ആവും. സൈൻ ഇൻവേഴ്സ് ആൻസർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി മൈനസ് ആംഗിൾ പി എന്ന് പറയുന്നത് ഇതിൻ്റെ എത്രയാണ്? മൈനസ് 8.0714 എന്ന് വരും. 43 എന്ന് വരും. അപ്പോൾ ആംഗിൾ പി എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി മൈനസ് ആൻസർ എന്ന് പറയുന്നത്. 90 ഡിഗ്രി മൈനസ് ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 98 ഡിഗ്രി 4.3 മിനിറ്റ്സ്. അതെന്ന് പറഞ്ഞാൽ നിൻ്റെ ആംഗിൾ പി കിട്ടി. ആംഗിൾ പി ഇനി നീ
ഈ ട്രയാങ്കിൾ, നീ ഏത് ട്രയാങ്കിളാണോ എടുത്തത്, ഞാനിവിടെ എടുത്തതെന്ന് പറഞ്ഞാൽ PVA എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. അപ്പം എയുടെ കമ്പാരിറ്റീവ്ലി വി ഏത് സൈഡിലാണെന്ന് ചെക്ക് ചെയ്യുക. എയുടെ കമ്പാരിറ്റീവ്ലി വി നിൻ്റെ വെസ്റ്റിലാണ്. അപ്പം ഇവിടെ നിൻ്റെ എയുടെ വാല്യൂ 150 ഡിഗ്രിയാണ്. 150 ഡിഗ്രി 00 മിനിറ്റ്സ് ആണ്. പിന്നെയും വെസ്റ്റിലോട്ടാണ് പോയത്. അപ്പം ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 98 ഡിഗ്രി 4.3 മിനിറ്റ്സ് പ്ലസ് 150 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയാണ്? 248 ഡിഗ്രി എന്ന് പറയും. 248 ഡിഗ്രി 4.3 മിനിറ്റ്സ് എന്ന് പറയും. 248 ഡിഗ്രി എന്ന് പറയുന്ന ഒരു സൈഡ് ഇല്ല, മതലബ് മീനിങ് ഒരു ലോങ്ങിറ്റ്യൂഡ് ഇല്ല. അപ്പം -360 ഡിഗ്രി ചെയ്യാം. -360 ഡിഗ്രി ചെയ്തു. അപ്പം നിനക്ക് കിട്ടുന്ന എത്രയാണ്? 111 ഡിഗ്രി 55.7 മിനിറ്റ്സ്. അത് ആദ്യമേ വെസ്റ്റിലോട്ടാണ് പോയത്, വെസ്റ്റ് കഴിഞ്ഞും പോയി. അപ്പം വെസ്റ്റും കൂടെ ആഡ് ചെയ്ത് 180യേക്കാളും വലിയ ഇത് വന്നു. അപ്പം -360 ചെയ്തു. അപ്പം നിൻ്റെ ലോങ് ഓഫ് വെർട്ടെക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഈസ്റ്റിൽ വരും, കാരണം -360 ചെയ്തുകൊണ്ട്. ലോങ് ഓഫ് വെർട്ടെക്സ് ഈക്വൽ ടു 111 ഡിഗ്രി 55.7 മിനിറ്റ്സ് ഈസ്റ്റ്. അത്രേ ഉള്ളൂ. അതാണ് ഗ്രേറ്റ് സർക്കിൾ സ്റ്റൈൽ.